ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു എയറോപോണിക്സ് കൃഷിയാണ്. ഇതെന്ന് ചെയ്തതല്ല, ഞാൻ വളരെ നേരത്തെ തന്നെ ചെയ്തതാണ്. ഞാൻ കഴിഞ്ഞ സീസണിലെങ്കിൽ ചെയ്തത് ഉരുളൻകിഴങ്ങാണ് ചെയ്തത്. ഇത്തവണ ഞാൻ ചെയ്യുന്നത് തക്കാളിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാനിപ്പോൾ 10 തക്കാളി വെച്ചിട്ടുണ്ട്. കണ്ട, ഇതൊരു ബ്ലാക്ക് ബോക്സാണ്, ഒരു പെട്ടിയാണ്. ഈ പെട്ടിയുടെ അടിയിലാണ് ഇതിൻ്റെ ന്യൂട്രിയൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ സ്പ്രേ കൊടുത്തുകൊണ്ടിരിക്കും. ഞാൻ അതിൻ്റെ അടിഭാഗം കാണിച്ചു തരാം. പെട്ടി ക്ലോസ് ചെയ്ത്, കാരണം ഇതിൻ്റെ റൂട്ടിലേക്ക് നമുക്ക് ലൈറ്റ് അടിക്കാൻ പാടില്ല. അത് കാരണമാണ് ഞാൻ ബ്ലാക്ക് പേപ്പർ ഇട്ട് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് മാനുവലായിട്ട് അതിന് ഡ്രൈവ് ചെയ്തിട്ട് അതിൻ്റെ സ്പ്രേ കാണിച്ചു തരാം. ഇതുണ്ട്, വാട്ടർ സ്പ്രേ കൊടുത്തിരിക്കുക. ഇതിങ്ങനെ ഓരോ അരമണിക്കൂറിൽ നമ്മളിതിൻ്റെ ചുവട്ടിലേക്ക് സ്പ്രേ കൊടുക്കും. അപ്പോൾ ആ ന്യൂട്രിയൻസ് വെള്ളം ഇത് ചെയ്യും. ഇതൊരു കോമൺ ടാങ്കാണ്. എനിക്ക് NFT-ക്കും അതുപോലെ ഹൈഡ്രോപോണിക്സൊക്കെ കോമൺ ടാങ്കാണ്. ഇതിൻ്റെ മേൽഭാഗമാണ് ഈ കാണുന്നത്. ഇത് നമ്മളിങ്ങനെ ടൈമർ വെച്ചിട്ട് നമ്മുടെ കൺട്രോൾ സർക്യൂട്ട് ഉണ്ട്. കൺട്രോൾ സർക്യൂട്ട് വഴി നമ്മൾ ഇതിൻ്റെ കൺട്രോൾ സർക്യൂട്ടൊക്കെ കൂടിയാണ് ഇരിക്കുന്നത്. ഈ കൺട്രോൾ സർക്യൂട്ട് വഴി നമ്മൾ ഓരോ അരമണിക്കൂറിലും നമ്മളൊരു 15-20 സെക്കൻഡ് വാട്ടർ സ്പ്രേ കൊടുക്കും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ന്യൂട്രിയൻസാണ് ആ ടാങ്കിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂട്ട്സിലേക്ക് നമ്മൾ വെയിലടിക്കാൻ ഒട്ടും വയ്ക്കുമ്പോൾ ഡാർക്ക് വേണം. റൂട്ട് ഒരിക്കലും ലൈറ്റ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ പെട്ടിയുടെ അടിഭാഗം ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് എയറോപോണിക്സ്. എയറോപോണിക്സിൽ നമുക്ക് വിവിധതരം കൃഷികൾ ചെയ്യാം. ഞാൻ ഉരുളൻകിഴങ്ങ് ആദ്യം ചെയ്ത് സക്സസ് ആയതാണ്. ഇപ്പോൾ ചെയ്യുന്നത് ടൊമാറ്റോ ആണ് ചെയ്ത് നോക്കണം. ഈ സീസണിലേക്ക് പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഞാൻ അധികം താമസിക്കാതെ ഇട്ടുതരാം. ഓക്കെ, താങ്ക് യു.